ലെറ്റ്സ് ഗോ ഹോം. ഇന്നെൻ്റെ ഓഫീസിൽ ഓണാഘോഷമാണ്, അതായത് സ്പെരീഡിയൻ്റെ ഓണ സെലിബ്രേഷൻ. അപ്പോൾ ഫേസ് 1 ഓഫീസിൽ വെച്ചാണ് ഫുൾ പരിപാടി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അറൗണ്ട് 9:30 10 ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ടാവും. ഞങ്ങൾ ഇന്നലെ നൈറ്റ് തന്നെ ഫേസ് 2 ഓഫീസിൽ അത്തപ്പൂവൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാനെന്താ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് 7 മണിയായപ്പോൾ വീടെത്തി. ഇപ്പോഴേക്ക് സമയം 7:30 ആയി കാണണം. ഇനി കുളിച്ചു, ഇനി റെഡിയായി നമ്മൾ ഔട്ട്ഫിറ്റ് നമ്പർ 1 ഇട്ടോട് ഫേസ് 1 ഓഫീസിൽ പോകണം. എനിക്കൊരു 9:30 10 മണിക്ക് മുമ്പ് എത്തിയാൽ കൊള്ളാമെന്നുണ്ട്. എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അവിടുത്തെ പരിപാടിക്ക് തന്നെ ഒരു ഉച്ച കഴിഞ്ഞ് 3 o'clock 4 ഒക്കെ ആകുമ്പോൾ എനിക്ക് വീടെത്തണം. എന്നാലും എനിക്ക് പിന്നെ നൈറ്റ് ഷിഫ്റ്റിന് കയറാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നല്ല ഫുഡ് ഉണ്ടാക്കണം. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് നമ്പർ 2 ഇട്ടുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റിന് പോകണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉറക്കം പോയി കിട്ടി. ഒബ്വിയസ്ലി എനിക്കിന്ന് ഉറക്കമില്ല. ഡെഡാവും കേട്ടോ, ഞാൻ പക്കയായിട്ട് ഡെഡാവും. എന്താകുമോ എന്തോ. എന്തായാലും നമുക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോയി ഷട്ടപ്പ് ചെയ്ത് പോയി റെഡി ആയിട്ടൊക്കെ വരാം. ബൈ ബൈ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് നമ്പർ 1 ആൻഡ് ഈ ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇമ എന്ന് പറഞ്ഞൊരു പേജ് ഡിസൈൻ ചെയ്ത് തന്നെയാണ്. സോ ഒക്കെ പരിപാടിയിലേക്ക് പോകാം. വന്നല്ലോ മുറ്റത്തെ മാവേലി, പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ. എങ്ങനെ ഇരിക്കണം? എൻ്റെ ഈ ഔട്ട്ഫിറ്റ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നത് ഇമാബായ് അർണിമ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആൻഡ് ദ കളർ ഈസ് റിയലി പ്രിറ്റി. ആൻഡ് ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ബോ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് സോ ഫ്രിക്കിംഗ് ക്യൂട്ട്. സോ താങ്ക് യു സോ മച്ച് അർണിമ ഫോർ ഡിസൈനിങ് സച്ച് എ വണ്ടർഫുൾ ഔട്ട്ഫിറ്റ് ഫോർ മീ. അപ്പോൾ എല്ലാവരും ഡു ചെക്ക് ആൻഡ് ഫോളോ ദ പേജ് ഇമാബായ് അർണിമ. സോ ഗൈസ്, നമ്മൾ കലാശക്കൊട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മൾ സദ്യ കഴിക്കാൻ പോവുകയാണ്. ചോറൊക്കെ വിളമ്പി ഇനി പരിപ്പൊക്കെ ഒഴിച്ച് സെറ്റായിട്ട് ഫുഡ് കഴിക്കണം. സദ്യ കഴിച്ചതിന് ശേഷം ബോളിയും പായസവും കഴിക്കുന്നതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വേറെ ലെവലാണ് ഗൈസ്. ഗായ്സ്, അപ്പോൾ ഞങ്ങളിത് ആ ഫേസ് 1 നിന്ന് തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ബിക്കോസ് ഷിഫ്റ്റിന് ടൈമായി. പക്ഷെ ഇവിടെ ബാക്കി ഗെയിംസും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഔട്ട്ഫിറ്റ് നമ്പർ 2 ഇട്ടിട്ട് നമ്മൾ നൈറ്റ് ഷിഫ്റ്റിന് കയറാൻ പോവുകയാണ്. ആൻഡ്
ബാക്കി ഇനി നൈറ്റ് ഷിഫ്റ്റിൽ എന്തൊക്കെ കലാപരിപാടി ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ബാക്കി അവിടെ പോയിട്ട് നോക്കാം. ബൈ ബൈ. ഓക്കെ ഗൈസ്, മഴ ഞങ്ങളെ ചതിച്ചിരിക്കുകയാണ്. ട്രെയിനിങ്. സോ ഗൈസ്, എൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഇട്ട് ഞാൻ എന്താ ക്യാബിൽ കയറിയിരിക്കുകയാണ്. ആൻഡ് മഴയൊക്കെ നനഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നല്ല ലേറ്റായി. അത് കാരണം വീട്ടിൽ പോയി ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. സോ എനിവേസ് ബാക്കി വിശേഷങ്ങൾ ഓഫീസിൽ പോയിട്ടുണ്ട്. ഗൈസ്, ഞാൻ ഇപ്പോൾ ഓഫീസിലെത്തിയിരിക്കുകയാണ്. ഓഫീസിലെത്തി കുറേ മണിക്കൂർ ബ്രേക്ക് ടൈമാണ്. ആൻഡ് ഫേസ് 1 ഓഫീസിൽ നിന്ന് ഞാൻ വീടെത്തിയപ്പോൾ നല്ല ലേറ്റായി. പോകണവർക്ക് അമ്മയൊക്കെ പിക്ക് ചെയ്യണമായിരുന്നു. ആൻഡ് വീട്ടിൽ പോയി എല്ലാം ഇഷ്ടപ്പെട്ടേന്നായിരുന്നു. വീട്ടിൽ പോയി എൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഇട്ടു, റെഡിയായി. പിന്നെ ക്യാബ് വന്നു, പെട്ടെന്ന് കയറി ഓഫീസിലെത്തി. ആൻഡ് എൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് എടുത്തില്ല, ടൈം കിട്ടിയില്ല ഫുഡ് ഉണ്ടാക്കാൻ. ആക്ച്വലി പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ ഫൺ ഡേ. ഇനിയിപ്പോൾ ഇവിടെ നൈറ്റ് നമുക്ക് വോളി പൈസം തന്നു, വിച്ച് വാസ് റിയലി സ്വീറ്റ്. ആൻഡ് ഇപ്പോൾ പണിയെടുക്കണം. ദെൻ ഇടയ്ക്ക് ബ്രേക്കിന് പോയി ഫോട്ടോസൊക്കെ എടുക്കണം, ഫോട്ടോഷൂട്ട്. ആ ടൈമിൽ എൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരിക്കും. സോ ഏതെങ്കിലും ലോഗ് ഔട്ട് ചെയ്ത് വീട്ടിൽ പോയി ഡെഡായിട്ട് കിടന്നുറങ്ങണം. എൻ്റെ അടുത്ത ദിവസം ഷൂട്ട് വീണ്ടും பண்ணണം. So that's gonna be the routine. So it is time for me to end my vlog. എൻ്റെ കുറച്ച് ക്ലിപ്സും കൂടെ കാണിച്ചിട്ട് എൻ്റെ ചെയ്യും. അപ്പോൾ എന്തായാലും ഹാപ്പിയാണ് ഗൈസ്. ബൈ ബൈ.